നമസ്കാരം. ഈ വർഷത്തെ പ്രോപ്പർട്ടി റിട്ടേൺ സമർപ്പിക്കുന്നതിനായി സ്പാർക്കിലെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് മൊഡ്യൂൾ ജനുവരി 1 മുതൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ജനുവരി 15 വരെ മാത്രമേ ഈ മൊഡ്യൂൾ ഓപ്പൺ ആയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കുവാൻ പാർട്ട് ടൈം ജീവനക്കാർ ഒഴികെയുള്ള എല്ലാ ജീവനക്കാരും ശ്രദ്ധിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് സമർപ്പിക്കാതിരുന്നാൽ ജീവനക്കാരുടെ സ്ഥലം മാറ്റം, പ്രൊമോഷൻ തുടങ്ങിയവയെ ബാധിക്കും. അതോടൊപ്പം അച്ചടക്ക നടപടിക്കും സാധ്യതയുണ്ട്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം തടയുക എന്ന ലക്ഷ്യമാണ് പ്രോപ്പർട്ടി റിട്ടേൺ എന്ന വാർഷിക സമർപ്പണത്തിന്റെ പിന്നിലുള്ളത്. സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം റൂൾ 37, 2010 ഉണ്ടായിരിക്കുന്ന ഒരു അമെൻമെന്റ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് മാൻഡേറ്ററി ആയി ഈ റിട്ടേൺ സമർപ്പിക്കണമെന്ന് പറയുന്നത്. എല്ലാ വർഷവും ജനുവരിയിൽ തൊട്ട് തലേ വർഷം ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ മൂവബിളായതോ ഇമ്മൂവബിളായതോ ആയ ഏതെങ്കിലും ആസ്തികൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം പേരിലോ പങ്കാളിയുടെ പേരിലോ മക്കൾ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളുടെ പേരിലോ ഇനി ബിനാമിയുടെ പേരിലോ ഒക്കെ വാങ്ങിയ വസ്തുവകകളാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തേണ്ടത്. മൂവബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം. വാഹനങ്ങൾ, ആഭരണങ്ങൾ, യന്ത്രങ്ങൾ, വാച്ച്, പ്രോമിസറി നോട്ടുകൾ, ഏതെങ്കിലും പുസ്തക പ്രസാധനത്തിലൂടെ ലഭിക്കുന്ന റോയൽറ്റികൾ, TV തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. ഇനി ഇമ്മൂവബിൾ ആയിട്ടുള്ളത് ഭൂമി, കെട്ടിടം, ഫാക്ടറി, മരങ്ങൾ തുടങ്ങിയവയെല്ലാം ഇമ്മൂവബിൾസ് ആണ്. അപ്പോൾ ഒരു സംശയം, ഇത്തരത്തിലുള്ള മൂവബിളായതോ ഇമ്മൂവബിളായതോ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ലെങ്കിൽ റിട്ടേൺ സമർപ്പിക്കേണ്ടതുണ്ടോ? വേണം. വാങ്ങിയാലും ഇല്ലെങ്കിലും റിട്ടേൺ സമർപ്പിച്ചിരിക്കണം. നിൽ റിട്ടേൺ ആണ് നമ്മൾ വാങ്ങാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ സമർപ്പിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് സ്പാർക്കിലൂടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓരോ ജീവനക്കാരനും സ്പാർക്കിൽ സ്വന്തമായി ലോഗിൻ ചെയ്താണ് ഇത് ചെയ്യേണ്ടത്. വർക്കിംഗ് ക്ലാസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനായി നമ്മൾ നമ്മുടെ യൂസർ കോഡും പാസ്വേഡും എൻ്റർ ചെയ്തു. ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുകയാണ്. ഇത് നമ്മുടെ പേഴ്സണൽ ലോഗിൻ പേജാണ്. ഇതിൽ പ്രൊഫൈൽ അഡ്മിൻ എന്ന ആ മെനുവിന് താഴെയുള്ള സബ് മെനു രണ്ടാമതായി കിടക്കുന്നതാണ് പ്രോപ്പർട്ടി റിട്ടേൺസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതൊരു ക്ലർക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേജ് ഓപ്പൺ ചെയ്താൽ അതിൽ പ്രോപ്പർട്ടി റിട്ടേൺ എന്നുള്ളത് കുറച്ചുകൂടി താഴെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു എംപ്ലോയിയുടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിന് കുറേ പ്രിവിലേജസ് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേജിൽ ഇത് താഴെ പ്രോപ്പർട്ടി റിട്ടേൺസ് സബ് മെനു വരുന്നത്. ഈ പ്രോപ്പർട്ടി റിട്ടേൺസ് എല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ ഇതിന്റെ പൊസിഷൻ ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ എംപ്ലോയിയുടെ ആണെങ്കിൽ അത് രണ്ടാമത് തന്നെ കാണാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ ആ എംപ്ലോയിക്ക് വേണ്ടി ചെയ്യുകയാണ് പ്രോപ്പർട്ടി റിട്ടേൺസ്. ഇവിടെ പറയുന്നുണ്ട് ഓൺലൈൻ ഫയലിംഗ് പീരീഡ് 1/1/2025 മുതൽ 15/1/2025 വരെയാണ്. ഇതിന് 4 സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4. ഈ സ്റ്റെപ്പുകളെക്കുറിച്ചെല്ലാം വിശദമായി മറ്റൊരു വീഡിയോയിൽ വർക്കിംഗ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. ആ വീഡിയോയിൽ നിന്നും ഇതിനുള്ള ഏക വ്യത്യാസം ഇതിൽ ഇയർ മാത്രം മാറിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴുള്ള ചില സംശയങ്ങൾ, കുറേ അധികം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകിയിട്ടുമുണ്ട് ആ വീഡിയോയ്ക്ക് തൊട്ട് താഴെ. അതുപോലെ തന്നെ മറ്റൊരു സെപ്പറേറ്റ് വീഡിയോ ഇതിൻ്റെ സംശയങ്ങളും വസ്തുതകളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വീഡിയോയും വർക്കിംഗ് ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോയുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐ ബട്ടണിലും കാണിച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകാം. ഇവിടെ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ ആ എംപ്ലോയിയുടെ പേജാണ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അക്നോളജ്മെൻറ്റ് എടുക്കുന്നതിന് ഈ 5ാമത്തെ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ജനറേറ്റ് അക്നോളജ്മെൻറ്റ്. ഈ 5ാമത്തെ ജനറേറ്റ് അക്നോളജ്മെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത്. അല്ലാതെ അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു എഡിറ്റിങ്ങും നടക്കുകയില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് പേജ് നോക്കുകയാണ്. അവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പെൻ നമ്പറുണ്ട്, പേരുണ്ട്. എക്സ്പാൻഷൻ ഓഫ് ഇനിഷ്യൽസ് ആണ്. അത് ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും. നമ്മുടെ എക്സ്പാൻഷൻ ഓഫ് ഇനിഷ്യൽസ് അവിടെ ചെയ്യുക. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് സ്പാർക്കിൻ്റെ ഡേറ്റാബേസിൽ നിന്നും അവിടെ ഫില്ല് ചെയ്യപ്പെട്ടിരിക്കും. വെദർ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വേർഡ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് ഡ്യൂറിങ് പ്രീവിയസ് ഇയേഴ്സ്. ഈ വർഷത്തെ കാര്യമല്ല, മുൻ വർഷങ്ങളിൽ എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും മൂവബിൾ ആയിട്ടുള്ളതോ ഇമ്മൂവബിൾ ആയിട്ടുള്ളതോ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ യെസ് കൊടുക്കുകയാണ്. മുൻ വർഷങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇനി അഥവാ വാങ്ങിയിട്ടില്ല എങ്കിൽ ഇവിടെ നോ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വാങ്ങിയതുകൊണ്ട് കഴിഞ്ഞ വർഷം, അതായത് ഈ 2024-ലല്ല 23-ലോ 22-ലോ 21-ലോ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യെസ് കൊടുക്കാം. ഇവിടെ യെസ് ആണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ഫർണിഷ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ റിട്ടേൺ നേരത്തെ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം.
അവിടെയും യെസ് കൊടുക്കുക. കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ റീസൺ കൊടുക്കണം. എന്തുകൊണ്ട് നമ്മൾ മോബിളോ ഇമ്മോബിളോ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടും എന്തുകൊണ്ട് അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം, എന്നുള്ള റീസൺ നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ യെസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ റീസൺ കൊടുക്കേണ്ടതില്ല. ആ റീസൺ എന്താണ് കൊടുക്കേണ്ടതെന്നെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മോബിൾ ഓർ മോബിൾ പ്രോപ്പർട്ടി അക്വയർ ഓർ ഡിസ്പോസ്ഡ് ഓഫ് ഡ്യൂറിങ് ഇയർ അണ്ടർ റിപ്പോർട്ട്. ഇയർ അണ്ടർ റിപ്പോർട്ട് എന്ന് പറയുന്നത് 2024 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള പീരീഡിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ എന്നാണ്. വാങ്ങിയിട്ടില്ല എങ്കിൽ അവിടെ നോ സെലക്ട് ചെയ്യാം, വാങ്ങിയിട്ടുണ്ടെങ്കിൽ യെസ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ യെസ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനുണ്ട്. ആ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം കൺഫേം ചെയ്യുന്നു. ഇനി നമ്മൾ പോകേണ്ടത് രണ്ടാമത്തെ പാർട്ടിലേക്കാണ്. അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണെന്ന്, വസ്തുക്കൾ, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ, നമ്മളിവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല. എന്തായാലും ഇത് സെലക്ട് ചെയ്യണം. ഇത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ മൂന്നാമത്തെ പാർട്ടിൽ മോബിൾ പ്രോപ്പർട്ടി വാങ്ങിയതിൻ്റെ വിശദവിവരങ്ങൾ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ആദ്യമേ തന്നെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ഐ ആം നോട്ട് പൊസസ്ഡ് ഓഫ് എനി ലാൻഡഡ് പ്രോപ്പർട്ടി ഓർ ബിൽഡിംഗ്. ഞാനൊരു ലാൻഡഡ് പ്രോപ്പർട്ടിയോ ബിൽഡിങ്ങോ, അതായത് ഇമ്മൂവബിൾ ആയിട്ടുള്ള എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു പ്രോപ്പർട്ടി ഞാൻ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആസ് യു ഡോണ്ട് ഹാവ് എനി ലാൻഡഡ് പ്രോപ്പർട്ടി പ്ലീസ് ചെക്ക് ദ ഡിക്ലറേഷൻ ബിലോ ആൻഡ് ക്ലിക്ക് ദ കൺഫേം. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ളതിനെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യരുത്. അപ്പോഴാണ് നമ്മളിവിടെ വാല്യൂ ഓഫ് ലാൻഡ്, വെദർ വിത്ത് ബിൽഡിങ്, ആ ഡീറ്റെയിൽസ് മുഴുവൻ, നമ്മുടെ സർവേ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. വസ്തുവാണ് വാങ്ങിയതെന്നുണ്ടെങ്കിൽ, ഈ ഗാർഡൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വെറ്റ് ഓർ ഡ്രൈ, അതുപോലെ തന്നെ വാല്യൂ ഓഫ് ബിൽഡിംഗ് ആണ് വാങ്ങിയതെങ്കിൽ, ലാൻഡാണ് വാങ്ങിയതെങ്കിൽ ഇവിടെ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ എൻ്റർ ചെയ്തതിന് ശേഷമേ സേവ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ഞാനിവിടെ നോട്ട് പ്രൊസസ്ഡ് ഓഫ് എനി ലാൻഡഡ് പ്രോപ്പർട്ടി ഓർ ബിൽഡിംഗ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഞാനൊന്നും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പാർട്ട് അവിടെ അവസാനിക്കും. കൺഫേം കൊടുത്തു. പ്രോപ്പർട്ടി റിട്ടേൺ പാർട്ട് 2 ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി ഫയൽഡ് ആണ്. ഓക്കെ കൊടുക്കുന്നു. ഇനി നമ്മൾ പാർട്ട് 3 ആണ്. ഇവിടെയാണ് പാർട്ട് 3. നമ്മൾ പാർട്ട് 3 സെലക്ട് ചെയ്യുകയാണ്. പാർട്ട് 3യിലാണ് മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നൊന്ന് വായിച്ചു നോക്കുക. ഇതിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലുമാണ് നമ്മൾ വാങ്ങിയതുണ്ടെങ്കിൽ അതിവിടെ എഴുതുക. ഇപ്പോൾ നമ്മൾ ഷെയർ ഒന്നും വാങ്ങിയിട്ടില്ല, അവിടെ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് വിട്ടു പോകാൻ കഴിയില്ല. അവിടെ നമ്മൾ നോ ഷെയർ പർച്ചേസ്ഡ് എന്നോ പലതും എഴുതുക. എൻ്റർ ചെയ്തു. പക്ഷേ നമ്മളൊരു ബൈക്ക് വാങ്ങി അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ വാങ്ങി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൊബൈൽ പ്രോപ്പർട്ടി വാങ്ങിയതിൻ്റെ വിവരങ്ങൾ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു മൊബൈൽ ഫോണാണ് നമ്മൾ വാങ്ങിയെന്നിരിക്കട്ടെ. നമ്മളവിടെ ഒരു മൊബൈൽ ഫോൺ വാങ്ങി എന്നവിടെ കാണിച്ചാൽ മതി. അതിൻ്റെ എമൗണ്ട് കൂടി കാണിക്കുക, അതിൻ്റെ മോഡൽ നമ്പർ അവിടെ കാണിക്കുക. ഞാനിവിടെ വാങ്ങിയ ഒരു മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും മതി, അല്ലാതെ അവിടെ വിശദമായിട്ടൊന്നും എഴുതണ്ട. നമുക്കിവിടെ 1000 അക്ഷരങ്ങളിൽ കൂടാൻ പാടില്ല അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുമ്പോൾ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എഴുതി. ഡെറ്റ്സ് ആൻഡ് അതർ ലയബിലിറ്റീസ് ഇൻഗേർഡ് ബൈ ഹിം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഡെറ്റ്സ് ഏതെങ്കിലും കടങ്ങൾ നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതുക. ബാങ്ക് ലോൺ, അങ്ങനെയുള്ള കാര്യം. അതിനുശേഷം ഇവിടെ ഈ ഡിക്ലറേഷൻ സെലക്ട് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൺഫേം കൊടുക്കാനുള്ളത്. ഇവിടെയും നമുക്ക് ബ്ലാങ്കായി ഒന്നും വിടാൻ പറ്റില്ല. അവിടെയും നില്ലെന്ന് എഴുതുക. അപ്പോൾ ഈ 3 കോളങ്ങളും ഫില്ല് ചെയ്തിരിക്കണം. അത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് ഫില്ല് ചെയ്തതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യാവൂ? ടിക്ക് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുന്നു. മൊബൈൽ പ്രോപ്പർട്ടി റിട്ടേൺ സക്സസ്ഫുള്ളി ഫയൽഡ്. ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് പ്രിവ്യൂ യുവർ റിട്ടേൺ ആണ്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന റിട്ടേണിൻ്റെ പ്രിവ്യൂ ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതുകൂടി നല്ലതുപോലെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ജനറേറ്റ് അക്നോളജ് ചെയ്യാവൂ. അപ്പോൾ പ്രിവ്യൂ യുവർ റിട്ടേൺ നോക്കുകയാണ്. അപ്പോൾ പ്രിവ്യൂ സക്സസ്ഫുള്ളി ജനറേറ്റഡ്. ഓക്കെ, അതിവിടെ വന്നിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ റിട്ടേണിൻ്റെ പ്രിവ്യൂ. ഇത് ഡ്രാഫ്റ്റാണ്. പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഫൈനൽ പ്രിൻ്റ് വരുന്നത്. ഇതിലെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ടെന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് തിരുത്താം. ഇതിലല്ല തിരുത്തുന്നത്, വീണ്ടും നമുക്ക് തിരുത്താനായിട്ട് ആ പേജിൽ തന്നെ പോകാം.
എഡിറ്റിംഗ് ഓഫ് റിട്ടേൺ ഈസ് അലൗഡ് ബിഫോർ പ്രിൻറ്റിംഗ് അക്നോളജ്മെൻ്റ് ആണ്. അപ്പോൾ വീണ്ടും നമുക്ക് പാർട്ട് 1-ൽ പോയി എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട് 2-ൽ പോയി എഡിറ്റ് ചെയ്യാം, പാർട്ട് 3-ൽ വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം. അതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജനറേറ്റ് അക്നോളജ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ജനറേറ്റ് അക്നോളജ് കൊടുത്താൽ അത് ഫൈനൽ ആണ്. ഞാൻ ജനറേറ്റ് അക്നോളജ് കൊടുക്കുന്നില്ല ഇപ്പോൾ, കാരണം എനിക്കിതിൽ ചില കാര്യങ്ങൾ കൂടി എൻ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്ത് ഈ കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ജനറേറ്റ് അക്നോളജ് ചെയ്യുന്നത്. പ്രോപ്പർട്ടി റിട്ടേണുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടി വർക്കിംഗ് ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കൂടി ഒന്ന് കണ്ടേക്കുക. അപ്പോൾ ഇത്രയുമാണ് പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവർക്കും 15-ാം തീയതിക്ക് മുമ്പ് തന്നെ ഇത് ഫയൽ ചെയ്യാനുള്ള അവസരം സ്പാർക്ക് തന്നിട്ടുണ്ട്. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. മുൻ വർഷങ്ങളിൽ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നതാണ്, പക്ഷേ ഈ വർഷം എക്സ്റ്റെൻഡ് ചെയ്യുന്ന വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അതുകൊണ്ട് എല്ലാവരും ആ ടൈമിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.